Welcome to Buildon Ideas, Better Ways of Building Your Dream Homes. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീട് എങ്ങനെ റിനോവേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ആ വീട് റിനോവേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതിൽ ആദ്യത്തേത് ഒരു പഴയ വീടിനെ പുതുക്കി പുതിയതായിട്ട് ഒരു കണ്ടംപററി സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ സ്റ്റൈലോ ഒരു മോഡേണൈസ് ചെയ്യുക എന്നതായിരിക്കും ആദ്യത്തെ ഒരു ഡിവിഷൻ. പിന്നെ വരുന്നത് ഒരു പഴയ വീടിനെ അതിന്റെ അതേ തനിമ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ പുതുക്കി പണിയാം. ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലേക്ക് നമുക്ക് തരംതിരിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു പഴയ വീടിനെ എങ്ങനെ അതിന്റെ പഴയ ഫീച്ചേഴ്സ് എല്ലാം മാറ്റി ഒരു പുതിയ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു വീടാക്കി എടുക്കാം. അപ്പൊ അത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമേ ഒരു പഴയ വീടിന് ഒരുപാട് പഴയ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം പൊളിച്ച് മാറ്റിക്കൊണ്ട് പുതിയ വീടിന്റെ ഫീച്ചേഴ്സ് അതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ പുതിയ ഫീച്ചേഴ്സ് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അതിനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അത് പ്രാക്ടിക്കലി അതിനെ ബിൽഡപ്പ് ചെയ്യാം എന്നതാണ്. നമ്മൾ ആദ്യമേ തന്നെ വീട് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ ആ വീടിന്റെ പുതിയ ഡിസൈൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മുൻധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വളരെ സഹായകരമായിട്ടുള്ള 3D എലിവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെ നമുക്കത് പണിയാം എന്നതിനെ കുറിച്ചും ഒരു മുൻധാരണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വീട് റിനോവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് പൊളിച്ചു മാറ്റുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പൊളിച്ചു മാറ്റുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അതിന്റെ പൊളിച്ചു മാറ്റുന്നിടത്ത് വരുന്ന ബലക്ഷയമാണ്. അപ്പൊ അവിടെ വിള്ളലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ലീക്ക് പ്രൂഫിങ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുമ്പോഴും നമ്മൾക്ക് അതിൽ ആവശ്യമുള്ള വാട്ടർ വെതർ ഷെയ്ഡിങ്ങും അതുപോലെ സൺഷെയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കൊടുത്തുകൊണ്ട് റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കാലം വീണ്ടും ഈട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടെർമൈറ്റ് പ്രൂഫിംഗ് ആണ്. അതായത് ഒരു വീടിന്റെ അകം പുറമും നല്ല രീതിയിൽ ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെതലൊന്നും വരാതെ നോക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം, വയറിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ പഴയതായിട്ടുണ്ടാവും. അതായത് ഒരു 10-25 പഴക്കമുള്ള ഒരു വീടാണ് നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക്കൽ സിസ്റ്റം മൊത്തം മാറ്റി പുതിയ വയറിംഗ് കൊണ്ടുവരിക, പുതിയ ഇലക്ട്രിക്കൽ സിസ്റ്റം, മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റം കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ വീടിന്റെ ഭിത്തികൾ പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ്. നമ്മളൊരു വീടിന്റെ ഭിത്തികൾ അതിനകത്ത് കൂടുതൽ സൗകര്യം വരുത്താനായിട്ട് പൊളിച്ചു മാറ്റുന്നത് വളരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. റിനോവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഭിത്തി പൊളിച്ചു മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കോളം സ്ട്രക്ചറിലൊന്നും നിൽക്കുന്ന ഒരു വീടല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭിത്തി പൊളിച്ചു മാറ്റുമ്പോൾ അതിന്റെ മുകളിലുള്ള ഭാരം താങ്ങാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ബീമോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കാസ്റ്റഡ് ആയിട്ടുള്ള ബീമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ബീം കാസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഭിത്തി നമ്മൾ പൊളിച്ചു കളയുന്ന ആ ഭിത്തിക്ക് മുകളിലുള്ള ഭാരം അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ വരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പൊളിച്ചു മാറ്റുമ്പോൾ അതിന് ബീം കാസ്റ്റ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ താഴെയുള്ള ടൈൽസ്, പുതിയതായിട്ട് വരുന്ന ടൈൽസ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പഴയ ടൈല് ഇളകി നിൽക്കുന്ന ടൈലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ പൊളിച്ചു മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ടൈല് അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റിംഗ് കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഒട്ടിക്കുന്ന ആ ടൈല് പെട്ടെന്ന് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കാശൊക്കെ ലാഭിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് നിലവിലുള്ള ടൈലിന്റെ മുകളിലൂടെ പുതിയ ടൈൽ ഒട്ടിച്ചു പോകും. അപ്പൊ അങ്ങനെ പുതിയ ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ ഇളകി നിൽക്കുന്ന ടൈലിന്റെ മുകളിലാണ് നമ്മൾ ഒട്ടിക്കുന്നതിന് അതിന് ഗുണം കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് പഴയ ഇളകി നിൽക്കുന്ന ടൈലുകളെല്ലാം പൊളിച്ച് മാറ്റിക്കൊണ്ട് നല്ല രീതിയിൽ ടൈലിംഗ് ചെയ്യുക. പിന്നെ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്ലംബിംഗ് ആണ്. നമ്മളുടെ ഒരു വീടിന്റെ ഉള്ളിലുള്ള പ്ലംബിംഗ് സിസ്റ്റം വളരെയധികം ചെക്ക് ചെയ്തതിനു ശേഷം പുതിയ പ്ലംബിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ബാത്റൂംസിലുള്ള ലീക്കോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം വീണ്ടും ടൈൽസ് അപ്ലൈ ചെയ്യുക. അങ്ങനെ വാട്ടർ പ്രൂഫിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തികൾക്കുണ്ടാകുന്ന പിന്നീട് വരുന്ന ചോർച്ചകളും മറ്റും നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ഒരു കാര്യം, നമ്മൾ ഒരു വീട് റിനോവേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ വീടിന്റെ ഭംഗി കൂട്ടാനും അതുപോലെ തന്നെ
അതിനുള്ളിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസൗകര്യങ്ങളെ മാറ്റി സൗകര്യങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പഴയ വീട്ടിലുണ്ടായിരുന്ന അസൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിച്ചതിന് ശേഷം പുതിയ റിനോവേറ്റ് ചെയ്യുന്ന വീടിനകത്ത് എന്തൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് ഒരു മുൻധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് ഒരു വീട് റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വീട് റിനോവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ പഴയ വീട് പുതുക്കിയതാണെന്നുള്ളൊരു ഫീല് പോലും തോന്നാത്ത രീതിയിൽ നമുക്ക് ആ വീടിനെ റിനോവേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സെക്കൻഡ് കാറ്റഗറി നോക്കാം. അതായത് ഒരു വീട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഴയ വീടിനെ അതിന്റെ അതേ തനിമ നിലനിർത്തിക്കൊണ്ട് അതിനെ റിനോവേറ്റ് ചെയ്യുക. അതായത് അതിന്റെ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് എല്ലാം നിലനിർത്തിക്കൊണ്ട് റിനോവേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീടിന് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും കൊണ്ടുവരാനുള്ള ആവശ്യമുള്ള എല്ലാ റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ അതിനാവശ്യമുള്ള എല്ലാ ഘടകങ്ങളും എവിടെ നിന്ന് സോഴ്സ് ചെയ്യാം എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് എവിടെയൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് അതിന്റെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഫീച്ചേഴ്സ് എല്ലാം മാറ്റുമ്പോൾ അതേ സെയിം ഫീച്ചേഴ്സ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും, ഇതിനെക്കുറിച്ച് നല്ല രീതിയിലൊന്ന് പഠിച്ചതിന് ശേഷം വേണം നമ്മൾ വീണ്ടും ആ തനിമ നിലനിർത്തിക്കൊണ്ട് റീക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ ഇതിന്റെ മെറ്റീരിയൽ അവൈലബിലിറ്റിയെ കുറിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ റിനോവേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റ് വീട് റിനോവേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ലിക്കബിൾ ആണ്. അപ്പൊ നമുക്ക് ഒന്ന് സമറൈസ് ചെയ്യാം. ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന പുതിയ ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രാക്ടിക്കാലിറ്റി അതേപോലെ അതിന്റെ ഫംഗ്ഷനാലിറ്റി, ഇത് രണ്ടും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വീട് റിനോവേറ്റ് ചെയ്യുക. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ടെർമൈറ്റ് ട്രീറ്റ്മെന്റ്, ആ വീടിന്റെ അകത്തും പുറത്തും നല്ല രീതിയിലുള്ള ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുക. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് വയറിംഗ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ പഴയ ഇലക്ട്രിക്കൽ ആൻഡ് വയറിംഗ് സിസ്റ്റം മാറ്റി മോഡേണൈസ്ഡ് ആയിട്ടുള്ള വയറിംഗ് സിസ്റ്റം അതിനകത്ത് കൊടുക്കുക. പിന്നെ ടൈലിംഗ് സിസ്റ്റം, ടൈല് പഴയതായിട്ടുള്ള ഇളകിയിട്ടുള്ള എല്ലാ ടൈലും മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ടൈല് വിരിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് അത് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് പ്ലംബിംഗ് ആൻഡ് വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം, നമ്മളെ വീടിനകത്തുള്ള പഴയ പ്ലംബിംഗ് എല്ലാം നല്ല രീതിയിൽ മാറ്റി നല്ല രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ ടോയ്ലറ്റ്സിലെല്ലാം ഉള്ള വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം നല്ല രീതിയിൽ ചെയ്തതിനു ശേഷം വീണ്ടും വീടിന്റെ ടോയ്ലറ്റ്സ് എല്ലാം റിനോവേറ്റ് ചെയ്തെടുക്കുക. പിന്നെ വരുന്നത് അതിന്റെ അകത്തുള്ള അസൗകര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം വീട് റിനോവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീടിന്റെ ഒരു പ്രതീതി അതിനകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഹാപ്പി ലിവിംഗ്.